ആ ടിക്കറ്റ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ. പിന്നെ ആഹാ നീ എന്താ ദുബായിക്ക് വരുന്നേ? ഒന്നെങ്കിൽ കൊച്ചി വെച്ച് കാണാം, അല്ലെ ദുബായ് വെച്ച് കാണാം. നീ തീരുമാനിച്ചു. ശരി ശരി, ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഞാൻ പറയാം. ഓക്കേടാ. ആ എന്താ? അല്ല, ജീവിത ചെലവേ. ആ പിന്നെ മൊത്തത്തിൽ ഭയങ്കര ചെലവല്ലേ? ആഹാ, ഞാൻ ആ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് പിടിക്കണം. ഞാൻ പിടിച്ചോളാം. ലെറ്റൂസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ എന്താ? അല്ല എന്താ അങ്ങനെ പറഞ്ഞു? ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. എന്റെ ഒരു ഫ്രണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. ഫ്രണ്ടിന് എന്ത് പറ്റി? അല്ല, ഫ്രണ്ടിന് ഒന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ അവരുടെ ഫാമിലി ലൈഫേ ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഹസ്ബൻഡൊക്കെ ആയിട്ട് എപ്പോഴും ഭയങ്കര പ്രശ്നവും വഴക്കും കാര്യങ്ങളൊക്കെ. ഇതിന്റെ പേരിലെന്നൊക്കെ ചോദിച്ചാ അവർക്ക് ഈ ജോലി ഒന്നും ഇല്ലേ. അപ്പൊ ഭർത്താവാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അപ്പൊ അതിന്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞൂടെ ഇയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത്? അല്ല സിദ്ധു, അവളെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവക്കൊരു കുഞ്ഞുണ്ട്. അതുള്ളത് കൊണ്ട് അവക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അതിപ്പം ഒരാളുടെ ഇൻകം മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫാമിലി മുന്നോട്ട് പോവുക? നല്ല ചെലവല്ലേടാ. അതെനിക്കറിയാം. നിനക്കറിയാമോ? അല്ല, അവക്കറിയാം. പക്ഷേ അവളുടെ ഹസ്ബൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവക്ക് ഭയങ്കര ചെലവാണെന്നാ. അപ്പൊ വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാൻ പഠിക്കുക, അത്രേ പറയാവുള്ളൂ അല്ലെ? മൊത്തം ചെലവാണല്ലോ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. എന്താ പറയാ? അതും എനിക്കറിയാം. എനക്കറിയാന്നാ? അവക്കറിയാം. സത്യം പറഞ്ഞാലേ ആ പാവം കൊച്ചി എന്തോരം ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ? ഓൺലൈൻ സാരിയുടെ ബിസിനസ് തുടങ്ങി നോക്കി, അത് പൊളിഞ്ഞ്. ഹോട്ടല് നടത്തി നോക്കി, അത് പൊളിഞ്ഞ്. ഡേ കെയർ നടത്തി നോക്കി, അതും പൊളിഞ്ഞ്. ഒന്നും ചെയ്തിട്ട് അങ്ങനെ ക്ലച്ച് പിടിച്ചില്ല. ഇതുപോലെ ലെച്ചൂസ് എന്തൊക്കെയോ ജോലിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ജോലിയെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട്, ഇവളും ചെയ്തിട്ടുണ്ട്. കാരണം ഇവക്ക് ഞാനാണല്ലോ ഐഡിയ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവും. കൊറേ ശ്രമിച്ചെന്നേ, പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, ഇവളുടെ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? ഇവളുടെ ഭർത്താവിന് ഊറ്റിയാണ് ഇവള് ജീവിക്കുന്നേന്ന്. സിദ്ധുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്താ? ഇല്ല, അതൊന്നുമില്ല. അത് ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞു. അല്ല എന്താ പറഞ്ഞോ? ഇല്ല, ഒന്നും ഞാൻ പറഞ്ഞില്ല. വേറെന്തോ ആലോചിച്ച് പറഞ്ഞു. കേശു ചെറുക്കം പറഞ്ഞത് ശരിയാ. ഇവനും അങ്ങനത്തെ ഒരു തോന്നലൊക്കെയുണ്ട്. ശ്രമിക്കാനിട്ടല്ലോ, നടക്കാനിട്ടല്ലേ.